ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഐഗൾ ലേണിംഗ്. എടാ, അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ മക്കളെ നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളണം. ഇതാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ആർ ഹയർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഈതേഴ്സ്. ഒന്ന് സൂം ചെയ്യാം കേട്ടോ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് are higher than the boiling point of ethers with the same number of carbon atoms. Explain. അതിനെന്താ കാരണം എന്നറിയോ? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ആൽക്കഹോൾസ്. എഴുതി വെക്കണേ, മറന്നു പോകരുതേ. അത് 1 മാർക്കാണ്. ബട്ട് അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ 2 മാർക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 മാർക്കായി. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു പിക്രിക് ആസിഡ്? എടാ മക്കളെ, ഫീനോളിനെ എങ്ങനെ പിക്രിക് ആസിഡ് ആക്കി മാറ്റാം? ആരാ പിക്രിക് ആസിഡ്? 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ്. 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ്. പിക്രിക് ആസിഡിനെ ഫീനോളിനെ പിക്രിക് ആസിഡ് ആക്കാൻ ഡയറക്റ്റ് നൈട്രേഷൻ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? കിട്ടുന്ന പ്രോഡക്റ്റ് ഓർത്തോലും പാരയിലും എല്ലാം NO2+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ വന്ന് ബോണ്ട് ചെയ്യും. റിയാക്ഷന്റെ പേര് നൈട്രേഷൻ. കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരെന്താ? പിക്രിക് ആസിഡ്. ദിസ് ഇസ് കോൾഡ് പിക്രിക് ആസിഡ്. ക്ലിയർ ആണ്? ഈ റിയാക്ഷൻ എഴുതുന്നു, ആൽക്കോഹോൾ ഹൈഡ്രജൻ ബോണ്ട് പറയുന്നു, അതുകൊണ്ട് ആ ബോയിലിംഗ് പോയിന്റ് ആൽക്കോഹോളിന് കൂടുതലുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി ആ 3 മാർക്ക് നമ്മൾ പോക്കറ്റിലായി കഴിഞ്ഞു. അങ്ങനെയാണ് അടുത്ത ചോദ്യം മക്കളെ നോക്കിയോ. എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾസ്. ഇതില്ലാത്ത പരീക്ഷയില്ല മക്കളെ. എന്താണ് 1 ഡിഗ്രി 2 ഡിഗ്രി ആൻഡ് 3 ഡിഗ്രി ആൽക്കഹോൾസിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ്? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ എന്താ മക്കളെ ആ ടെസ്റ്റിന്റെ പേരറിയോ? ലൂക്കാസ് ടെസ്റ്റ്. എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾസ്. മക്കളെ ഇതാ നോക്കിക്കോ. ഏതാ ടെസ്റ്റ്? ലൂക്കാസ് ടെസ്റ്റ്. ആദ്യം നിങ്ങൾ ലൂക്കാസ് ടെസ്റ്റ് എന്താന്ന് എഴുതണം? എ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾ. എന്താ മക്കളെ ഈ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന റിയേജന്റ് ആരാ? യെസ്, മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl അല്ലേ? മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ZnCl2. നോക്കൂ, ഈ മിക്സ്ചറിനെയാണ് നമ്മൾ ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ലൂക്കാസ് റിയേജന്റ്. എടാ മക്കളെ, ഇനിയൊരു കാര്യം, ലൂക്കാസ് റിയേജന്റും ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? ആൽക്കഹോളിന്റെ ഫോർമുല ROH എന്നാണ്. ആൽക്കഹോളിന്റെ ഫോർമുല ROH. ആൽക്കഹോൾ വെൻ റിയാക്ട്സ് വിത്ത് HCl or Lucas reagent in presence of ZnCl2 എന്തായിരിക്കും ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? ആൽക്കൈൽ ക്ലോറൈഡ്. ആൽക്കൈൽ ക്ലോറൈഡ് പ്ലസ് H2O. റെഡിയാ? സോ നമ്മുടെ പോയിന്റ് എന്താ? ആൽക്കൈൽ ക്ലോറൈഡ്സ് ആർ ഇമ്മിസിബിൾ ആൻഡ് പ്രൊഡ്യൂസ് ടർബിഡിറ്റി ഇൻ സൊല്യൂഷൻ. ആൽക്കൈൽ ക്ലോറൈഡിന്റെ താഴെ എഴുതണം. ആൽക്കൈൽ ക്ലോറൈഡ്സ് എന്താണ്? ലൂക്കാസ് റിയേജന്റ് ഇമ്മിസിബിൾ ആണ് ആൻഡ് പ്രൊഡ്യൂസ് ടർബിഡിറ്റി ഇൻ സൊല്യൂഷൻ. ആര്? ആൽക്കൈൽ ക്ലോറൈഡ്സ് പ്രൊഡ്യൂസ് വാട്ട്? ടർബിഡിറ്റി ഇൻ സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കണം. അപ്പൊ ലൂക്കാസ് ടെസ്റ്റ് എന്താന്ന് പറയുമ്പോൾ ലൂക്കാസ് റിയേജന്റ് പറയണം. മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ZnCl2. അതുപോലെ ആൽക്കഹോൾസ് വെൻ റിയാക്ട്സ് വിത്ത് ലൂക്കാസ് റിയേജന്റ് വിൽ ഗെറ്റ് ആൽക്കൈൽ ക്ലോറൈഡ് which are immiscible and produce turbidity in solution. Now what is order of reactivity? Reactivity order of alcohol towards this reaction. ഈ റിയാക്ഷനിലെ ആൽക്കഹോളിന്റെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാ? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക ടെറിഷറി ആൽക്കഹോൾ, ദെൻ സെക്കൻഡറി ആൽക്കഹോൾ, ദെൻ പ്രൈമറി ആൽക്കഹോൾ. സോ വാട്ട് ഈസ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കഹോൾസ് ടുവേർഡ്സ് ലൂക്കാസ് റിയേജന്റ്? ടെറിഷറി ഗ്രേറ്റർ ദെൻ സെക്കൻഡറി ഗ്രേറ്റർ ദെൻ പ്രൈമറി. അടുത്ത പോയിന്റ് മക്കളെ എഴുതി വെക്കണം. അപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനാ? ടെറിഷറി ആൽക്കഹോൾ. സോ ടെറിഷറി ആൽക്കഹോൾസ് വളരെ പെട്ടെന്ന് തന്നെ ആൽക്കൈൽ ക്ലോറൈഡ് ആയിട്ട് മാറും. സോ ആൽക്കൈൽ ക്ലോറൈഡ് ആയിട്ട് മാറും എന്ന് പറയുമ്പോൾ ടെറിഷറി ആൽക്കഹോൾസ് ഗിവ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. അതേസമയം സെക്കൻഡറി ആൽക്കഹോൾ gives turbidity within 2 to 5 minutes. അതേസമയം പ്രൈമറി ആൽക്കഹോൾ does not give turbidity at room temperature but it gives turbidity on heating. കാരണം പ്രൈമറിക്ക് റിയാക്ടിവിറ്റി കുറവാണ്, അതുകൊണ്ട് ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാവണേ ചൂടാക്കണം. അപ്പോൾ ടർബിഡിറ്റി ഉണ്ടാവുന്നത് ഹീറ്റ് ചെയ്യുമ്പോഴാണ്. ഈ 3 പോയിന്റ് പറഞ്ഞോ, കഴിഞ്ഞു ലൂക്കാസ് ടെസ്റ്റ്. 3 മാർക്ക് പോക്കറ്റിലായി. ലൂക്കാസ് റിയേജന്റ് പറഞ്ഞു, റിയാക്ഷൻ പറഞ്ഞു, റിയാക്ടിവിറ്റി ഓർഡർ പറഞ്ഞു, 3 ആൽക്കഹോളിന്റെ റിയാക്ഷനിലെ വ്യത്യാസം. ടെറിഷറി ആൽക്കഹോൾ gives immediate turbidity, secondary alcohol gives turbidity within 2 to 5 minutes. Primary alcohol does not give turbidity at room temperature but it gives turbidity on heating. Clear ആണല്ലോ? ആ 3 മാർക്ക് ചോദ്യവും നിങ്ങൾക്ക് ക്ലിയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോവാം. ഏതാ അടുത്ത ചോദ്യം? എക്സ്പ്ലെയിൻ കാനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ
കാനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലേ കാനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ. ആർക്കാ ഇതറിയാത്തത്? കാനിസാരോ റിയാക്ഷൻ ആൻഡ് ആൽഡോൾ കണ്ടൻസേഷൻ എന്താ? കാനിസാരോ റിയാക്ഷൻ, വാട്ട് ഈസ് കാനിസാരോ റിയാക്ഷൻ? എന്താ മക്കളെ കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്. എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് മിനിമം മാർക്ക് എങ്ങനെ വാങ്ങാം അതാ നോക്കണ്ട. സോ ഫോമാൽഡിഹൈഡ് ഒരു ഉദാഹരണമാക്കി എടുത്തോളൂ. സോ ഫോമാൽഡിഹൈഡ് ഒരു എക്സാമ്പിൾ ആക്കി എടുത്തോളൂ. ഫോമാൽഡിഹൈഡിനെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആണ് ഫോമാൽഡിഹൈഡ്. വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി, കോൺസെൻട്രേറ്റഡ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ഫോമാൽഡിഹൈഡ് മോളിക്യൂൾസിന്റെ റിയാക്ട് ചെയ്യപ്പെടുന്നതിന്റെ പകുതി, രണ്ടെണ്ണം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആസിഡ് സോൾട്ട് ആയിട്ടും, ആസിഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ HCOONA, ബാക്കി പകുതി ആൽക്കഹോൾ ആയിട്ടും മാറും. എന്താ ആൽക്കഹോൾ? CH3OH എന്ന് പറയുന്ന മെത്തനോൾ ആയിട്ടും മാറും. 50% ആസിഡ് സോൾട്ട് ആയിട്ടും 50% ആൽക്കഹോൾ ആയിട്ടും മാറുന്ന ഈ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് കാനിസാരോ റിയാക്ഷൻ. സോ വാട്ട് ഈസ് കാനിസാരോ റിയാക്ഷൻ? ആൽഡിഹൈഡ്സ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ, ആൽഡിഹൈഡ്സ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ അല്ലെ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുകൾ, they undergo self oxidation and reduction. സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് ഫോമാൽഡിഹൈഡ് ആസിഡ് സോൾട്ട് ആയ പ്രോസസ് ഓക്സിഡേഷൻ, ഫോമാൽഡിഹൈഡ് ആൽക്കഹോൾ ആയി മാറിയ പ്രോസസ് റിഡക്ഷൻ. സോ ശ്രദ്ധിച്ചോ, aldehydes having no alpha hydrogen such as formaldehyde, benzaldehyde undergo oxidation, self-oxidation and reduction to form acid, salt and alcohol. This reaction is known as Cannizzaro reaction. ഈ എക്സാമ്പിൾ പഠിക്കുന്നു, ഞാൻ പറഞ്ഞ ഡയലോഗ് എഴുതി കൊടുക്കുന്നു. Cannizzaro reaction കഴിഞ്ഞു. എന്താ Cannizzaro reaction എന്ന് പറഞ്ഞ മക്കളെ? What is Cannizzaro reaction? Aldehydes having no alpha hydrogen undergo self-oxidation and reduction or disproportionation in presence of concentrated alkali to form acid, salt and alcohol. പ്രോഡക്റ്റ് ചെയ്താൽ ഒന്ന് ആസിഡ് സോൾട്ട് ആക്കി, മറ്റേത് ആൽക്കഹോൾ ആക്കി. ഒരു കാർബൺ ഉണ്ട്, പ്രോഡക്റ്റ് രണ്ടിലും ഓരോ വീതം കാർബൺസ് ഉള്ളത്. റെഡിയാണ്? സോ ദാറ്റ് ഈസ് കാനിസാരോ റിയാക്ഷൻ. ഇനി എന്താ ആൽഡോൾ കണ്ടൻസേഷൻ? യെസ് മക്കളെ, ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്, ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്. സേ ഫോർ എക്സാമ്പിൾ പ്രൊപ്പനാൾ നമുക്ക് എടുക്കാം. എന്താ പ്രൊപ്പനാളിന്റെ ഫോർമുല? CH3CH2CHO. ഇയാളാണ് പ്രൊപ്പനാൾ. എന്തെനാൽ? പ്രൊപ്പനാൾ. നന്നായി ശ്രദ്ധിച്ചോളണേ, ഇയാളുടെ പേരെന്താടാ? പ്രൊപ്പനാള. അങ്ങനെയാണ് ഈ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഈ കാർബണെയാണ് നമ്മൾ എന്ത് കാർബൺ എന്ന് വിളിക്കുക? ആൽഫ. തൊട്ടടുത്ത കാർബൺ നമുക്ക് വിളിക്കാം ബീറ്റ കാർബൺ. സോ ഈ ആൽഫ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിന്റെ പേര് ആൽഫ ഹൈഡ്രജൻ. സോ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡുകളിൽ സാധ്യമാവുന്ന റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ചെയ്താനാ പറഞ്ഞത്. അത് ഇതാണുള്ള ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 2 കാര്യമുണ്ട്. ആദ്യം നമ്മൾ ഡയലൂട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യണം, എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. അപ്പോഴാണ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടുക. ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടാനുള്ള ട്രിക്ക് വേഗം ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഒന്നുമില്ലാണ്ടല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രൊപ്പനാളിന്റെ 2 മോളിക്യൂൾസിനെ ഇങ്ങനെ എഴുതി വെച്ചോ. ഒന്നാമത്തെ മോളിക്യൂൾ CH3CH2CHO. ഓക്കെ, രണ്ടാമത്തെ മോളിക്യൂൾ ഞാൻ ഇതേപോലെ എഴുതാൻ പോവാണ്. CHO ഉണ്ട്, CH2 ഉണ്ട്, പിന്നെ ആരുണ്ട്? CH3 ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ മോളിക്യൂളിനെ ഞാൻ അറേഞ്ച് ചെയ്തപ്പോൾ എങ്ങനെയാ ചെയ്തെന്നറിയോ? ആൽഫ കാർബൺ ഒന്നാമത്തതിന്റെ ഓക്സിജനെ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്ത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ മോളിക്യൂളിന്റെ ഓക്സിജനെ രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ കാർബൺ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓക്സിജനെയും 2 ഹൈഡ്രജനെയും, ആൽഫ കാർബൺ എന്നാണേ കളയേണ്ട, ആൽഫ കാർബണിലുള്ള 2 ഹൈഡ്രജനെയും ഓക്സിജനെ അങ്ങോട്ട് ഒഴിവാക്കിക്കോ. അപ്പൊ ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് പറയട്ടെ സാറ് പറയട്ടെ. CH3CH2CH ഡബിൾ ബോണ്ട് എന്നിടാം, ഓക്സിജന് പകരം ഡബിൾ ബോണ്ട് എന്നിടാം. സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CHO. ഇതാണ് ഫോം ചെയ്തിട്ടുള്ള ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോ, ആരിലാണ് ആൽഡോൾ കണ്ടൻസേഷൻ? ഫോർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ, ദേ റിയാക്ട് വിത്ത് ഡയലൂട്ട് NaOH. ഇൻ പ്രസൻസ് ഓഫ് ഡയലൂട്ട് NaOH ആൽഡോളോ കീറ്റോളോ ആയിട്ട് മാറും. ഹീറ്റ് ചെയ്താൽ ഈനാളോ ഈനോണോ ആയിട്ട് മാറും. ആ ഹീറ്റിംഗ് കൂടെ ഉൾക്കൊള്ളുന്ന കാര്യത്തെയാണ്
ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയാം. സോ ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഏതാന്ന് പറഞ്ഞാൽ 2 പ്രൊപ്പനാളിനെ നേരെ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഒന്നാമത്തതിന്റെ ഓക്സിജനെ രണ്ടാമത്തതിന്റെ ആൽഫ കാർബൺ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. ആൽഫ കാർബണിന് 2 ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജനെയും ഒരു ഓക്സിജൻ എടുത്ത് കളയുക. എന്നിട്ട് ആൽഫ കാർബണും നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബണൽ കാർബണും തമ്മിൽ ഡബിളി ബോണ്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. റെഡിയാണ്? അതാണ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാനുള്ള പരിപാടി. സോ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അബവ് 2 റിയാക്ഷൻസ്? ഒന്ന് occurs in presence of dilute alkali, മറ്റേത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ഒന്ന് കാനിസാരോ റിയാക്ഷനും ആൽഡോൾ കണ്ടൻസേഷൻ തമ്മിൽ വ്യത്യാസം. കാനിസാരോ റിയാക്ഷൻ ആൻസർ ചെയ്യുന്നത് ആൽഡിഹൈഡ്സ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ, എന്നാൽ ആൽഡോൾ കണ്ടൻസേഷൻ ഇസ് ഫോർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ. റെഡിയാ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 25 നമ്പറിന് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 3 മാർക്ക് ചോദ്യം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും 1 മാർക്ക് ആട്ടോ. അതിൽ 1. വിച്ച് among the following is a stronger acid? ഈ തന്നതിൽ ആരാണ് സ്ട്രോങ്ങർ ആസിഡ്? അസെറ്റിക് ആസിഡ് ആണോ ക്ലോറോ അസെറ്റിക് ആസിഡ് ആണോ സ്ട്രോങ്? മക്കൾ എത്രേ ഉള്ളൂ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ കൂടും. ഹാലോ ഗ്രൂപ്പ് ഒക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാ. നൈട്രോ, ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, അയഡോ ഇതൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാ. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ വർദ്ധിക്കും. EWG വന്നാൽ അസിഡിക് ക്യാരക്ടർ കൂടും എന്ന് മനസ്സിലായിക്കോളുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ സാന്നിധ്യം that will increase the acidic character. Here you can see a chloro group which is an electron withdrawing group that increases the acidic character. So chloroacetic acid is stronger than acetic acid. Ready? Now explain the reason for the above. എന്തുകൊണ്ടാ അതാ പറയണ്ട? ആദ്യം നിങ്ങൾ ഇതിൽ സ്ട്രോങ്ങർ ആരാന്ന് വെച്ചാൽ ക്ലോറോ എന്ന് പറഞ്ഞാൽ മതി. റീസൺ എന്താ? ബിക്കോസ് ക്ലോറോ ഗ്രൂപ്പ് is electron withdrawing. Presence of electron withdrawing group stabilizes the conjugate base and acid becomes stronger. അത്രേ പോയിന്റ് ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് അസെറ്റിക് ആസിഡ് ടു ക്ലോറോ അസെറ്റിക് ആസിഡ്? അസെറ്റിക് ആസിഡിനെ ക്ലോറോ അസെറ്റിക് ആസിഡ് ആക്കി മാറ്റാൻ ഏതാ റിയാക്ഷൻ? ദാറ്റ് ഈസ് കോൾഡ് HVZ റിയാക്ഷൻ. ഹെൽവഹാർഡ് സെലിൻസ്കി reaction, HVZ reaction, very important. HVZ reaction എന്ത്? അസെറ്റിക് ആസിഡിനെ എന്താ? അസെറ്റിക് ആസിഡിന്റെ ഫോർമുല CH3COOH നെ എന്ത് ചെയ്യാൻ പോവാ? ക്ലോറിനേഷൻ ചെയ്യാൻ പോവാ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ദാറ്റ് ഈസ് കോൾഡ് HVZ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഷുവർ. അസെറ്റിക് ആസിഡിനെ ക്ലോറോ അസെറ്റിക് ആസിഡ് ആക്കാൻ ബ്രോമോ അസെറ്റിക് ആസിഡ് ആക്കാൻ ബ്രോമിനേഷൻ ചെയ്താൽ മതി. അപ്പോൾ സംഭവിക്കുന്നതെന്നറിയോ? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന്റെ പേര് ആൽഫ കാർബൺ. ആൽഫ കാർബണിലെ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജന് പകരം ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഹൈഡ്രജൻ മാറി പകരം ക്ലോറിൻ വരുന്നു. സോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അറ്റ് ആൽഫ കാർബൺ. സോ ഫോം ചെയ്ത പ്രോഡക്റ്റ് ക്ലോറോ അസെറ്റിക് ആസിഡ്. ക്ലിയർ ആണല്ലോ? റെഡിയല്ലേ? യെസ്. Now again 3 മാർക്ക് ക്വസ്റ്റ്യൻ ഓർഗാനിക് ആണ്. അതിൽ മക്കളേതാ? ABC 3 ചോദ്യങ്ങളുണ്ട്. 3 കൂടെയാണ് നമുക്ക് ഓരോരോ വീതം മാർക്ക് വീതം 3 മാർക്ക്. സോ CH3COCl plus H2 give CH3CHO plus HCl എന്ന് പറഞ്ഞ ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡ് ആയിരിക്കുന്നു. റിയാക്ഷന്റെ പേര് റോസൻമൺസ് റിഡക്ഷൻ. ആരവിടെ റിയേജന്റ് ഉപയോഗിക്കുന്നത്? റോസൻമൺസ് റിഡക്ഷനിൽ നമ്മൾ ഉപയോഗിച്ച റിയേജന്റ് പിഡിബേരിയം സൾഫേറ്റ്, Palladium bar barium sulfate. റെഡിയാ? Palladium bar barium sulfate. ക്ലിയർ ആണ്. അടുത്തത് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ CH3 ടൊളീനെ ക്രോമൽ ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്താൽ അതൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടാ, ബട്ട് അത് ഹൈഡ്രോളൈസ് ചെയ്യപ്പെട്ടാൽ ദ പ്രോഡക്റ്റ് ഇസ് ബെൻസാൾഡിഹൈഡ്. ആരാണ് മക്കളെ? ബെൻസാൾഡിഹൈഡാ. സോ ബീഡ് ആൻസർ ബെൻസാൾഡിഹൈഡ്. ഇന്റർമീഡിയറ്റ് എഴുതണമെന്നില്ല കേട്ടോ. ബെൻസാൾഡിഹൈഡ് ആണ് ബീഡ് ആൻസർ. ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങില് CHO. ഓക്കെ. അടുത്ത മക്കളെ 3ാമത്തെ ചോദ്യം എത്തനോൾ ആണ്. എത്തനോളിന് PCC എന്ന് പറയും. പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുക. പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഇസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. സോ എത്തനോളിനെ പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ എത്തനോയിക് ആസിഡ് ആവും. ബട്ട് PCC ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ എത്തനാളാണ് ആവുക. സോ എത്തനാളായിട്ട് മാറും. എത്തനാളിന്റെ ഫോർമുല CH3CHO. അപ്പോൾ CH3CH2OH ഉണ്ടല്ലോ, ശ്രദ്ധിക്കണേ. ഒന്നുകൂടി എഴുതണം. CH3CH2OH ഉണ്ടല്ലോ. ആര്? CH3CH2OH എന്ന് പറയുന്ന എത്തനാള്. പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് PCC എന്ന് പറയും. അയാൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആരാണ്? CH3CHO എന്ന് പറയുന്ന എത്തനാളാണ്. എത്തനോൾ എന്തായി? എത്തനാളായി യൂസിങ് PCC.
റെഡിയാണല്ലോ? അതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം. റെഡി? കുറഞ്ഞ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇനോർഗാനിക് സൈഡ് നോക്കിയുള്ള പെട്ടെന്ന് പറയാം, പെട്ടെന്ന് ആൻസർ അടക്കം പറയാം. 1 ഓർ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. ഏതായിരുന്നു പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ച ഓറ്? ക്രോമൈറ്റ് ഓർ FeCr2O4. അതുപോലെ give an example of a reaction in which potassium dichromate has act as oxidizing agent in acid medium. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. Fe2 plus Fe3 ആവുന്ന റിയാക്ഷൻ, S2 മൈനസ് സൾഫർ ആവുന്ന റിയാക്ഷൻ, SN2 plus SN4 ആവുന്ന റിയാക്ഷൻ, അയഡൈഡ് അയഡിൻ ആവുന്ന റിയാക്ഷൻ, I മൈനസ് I2 ആവുന്ന റിയാക്ഷൻ. In all these reactions dichromate act as oxidizing agent. Now മൂന്നാമതൊരു കാര്യം, draw the structure of chromate ion. ഇതാണ് chromate ion structure and chromate tetrahedral structure. All CRO bonds are equivalent. But dichromate structure, all CRO bonds are not equivalent. Our bridging bonds are longer than terminal bonds, and terminal bonds are equivalent. 6 CRO bonds are equivalent. Dichromate structure നിങ്ങൾ റെഫർ ചെയ്യണം, very very important. Ready? Explain the crystal field splitting in tetrahedral and octahedral complexes with the help of diagrams. പഠിച്ചു വെക്കണേ. ഇതാ ഇത് octahedral splitting diagram ആണ്. 3/5 delta O, 2/5 delta O. ഈ ഡയഗ്രം അതേപോലെ പഠിച്ചു വെച്ചോളൂ. അതേപോലെ ഇത് tetrahedral splitting diagram ആണ്. tetrahedral splitting diagram, octahedral splitting diagram. രണ്ടിനെ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. 3 മാർക്ക് ചോദ്യം കേട്ടോ. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് ആൻഡ് മാഗ്നറ്റിസം ഓഫ് COF6 യൂസിങ് വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കൊബാൾട്ട് 3+ ആണ്. കൊബാൾട്ട് 3+ന്റെ കോൺഫിഗറേഷൻ 3D6 എന്ന് വരും. എന്നാൽ ലിഗാൻഡ് വീക്ക് ആയതുകൊണ്ട് പെയറിംഗ് ഒന്നും തന്നെ സംഭവിക്കില്ല. സോ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. സോ ഇത് ഹൈബ്രിഡൈസ് ചെയ്ത് ബോണ്ട് ചെയ്യും. സോ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെ ബാക്കിയുണ്ട്. സോ ജോമെട്രി ഒക്ടാഹൈഡ്രൽ ആണ്. അതുപോലെ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ എണ്ണം 4 ആണ്. പാരാമാഗ്നറ്റിക് ക്യാരക്ടർ ആണ്. ഇതൊക്കെയാണ് നമ്മൾ ആരെക്കുറിച്ച് പറയേണ്ടത്? COF6 കുറിച്ച് പറയേണ്ടത്. വൈ ജോമെട്രിക്കൽ ഐസോമറിസം ഇസ് നോട്ട് പോസിബിൾ ഇൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ്? അതിന് കാരണം ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലെ എല്ലാ കോർണേഴ്സും ഈക്വലന്റ് ആണ്. ഓൾ ദ കോർണേഴ്സ് ഓഫ് എ ടെട്രാഹൈഡ്രൻ ആർ ഈക്വലന്റ്. ഒറ്റ ആംഗിളേ ഉള്ളൂ. ഓൾ ദ കോർണേഴ്സ് ഓഫ് എ ടെട്രാഹൈഡ്രൻ ആർ ഈക്വലന്റ്. ഈക്വലന്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാതിരിക്കാനുള്ള കാരണം. ഡ്രോ ദ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് Ma2B2. അപ്പോൾ അത് സ്ക്വയർ പ്ലാനാറിൻ്റെ ആണ്. സ്ക്വയർ പ്ലാനാറിൻ്റെ സിസ്സും ട്രാൻസും വരയ്ക്കുക. ഇത് സിസ് ആണ്. സിമിലർ ഗ്രൂപ്പ്സ് അടുത്താണ്. സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് ഉള്ള ഇതിനെ നമുക്ക് ട്രാൻസ് എന്ന് വിളിക്കാം. ഇതിൽ സിസ്പ്ലാറ്റിൻ ഓർക്കണേ, സിസ്പ്ലാറ്റിൻ. Explain the stereochemical aspects of SN1 and SN2 reactions of alkyl halide with suitable examples. അത് ഒരു എക്സാമ്പിൾ എടുക്കാം മക്കളെ. SN2 റിയാക്ഷൻ ആണെങ്കിൽ that leads to inversion of configuration. ഇൻവേർഷൻ ബോണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതുകൊണ്ട് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ആൻഡ് SN1 റിയാക്ഷൻ ആണ് ദാറ്റ് ലീഡ്സ് ടു ഓൾമോസ്റ്റ് റേസ്മൈസേഷൻ. റേസ്മൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് SN1 ലീഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ വലുതാക്കിയതുണ്ട. ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് SN2 റിയാക്ഷൻ ലീഡ്സ് ടു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആൻഡ് SN1 റിയാക്ഷൻ ലീഡ്സ് ടു റേസ്മൈസേഷൻ. എഴുതി വെക്കണം. എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് SN2 reaction leads to inversion of configuration and SN1 reaction leads to what? Racemization. ഒരു എക്സാമ്പിളൂടെ എഴുതി കൊടുത്താൽ, ഇവിടെ ഓൾറെഡി നിങ്ങൾ തന്നിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ അത് ആ എക്സാമ്പിളൂടെ നിങ്ങൾ എഴുതി കൊടുത്താൽ സെറ്റായി കഴിഞ്ഞു. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ എഴുതി കൊടുത്താൽ മതി. ബട്ട് ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിക്കണം. ഇവിടെയുള്ള ഗ്രൂപ്പും ഡിഫറെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സിൻ്റെ കേസിലാണ് സ്റ്റീരിയോക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. സോ ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് SN1 ലീഡ്സ് ടു റേസ്മൈസേഷൻ ആൻഡ് SN2 ലീഡ്സ് ടു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഓൾ.